ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ബിസിനസ് ലോയുടെ 6th ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നോക്കിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ലോ ആണ് പഠിച്ചത്. ക്രിമിനൽ ലോ, സിവിൽ ലോ, കോമൺ ലോ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഇത്രയും കാര്യങ്ങളാണ്. ക്രിമിനൽ ലോ എന്ന് പറയുന്നത് എന്താണ്? വയലേഷൻസ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പബ്ലിക് റോങ്സ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലോ ആണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ എന്തും ഉണ്ടാവും, പണിഷ്മെൻറ്റ്സും ഉണ്ടാവും. പ്ലസ് അതിൽ എന്തിലൊക്കെയാണ് ഗവേൺ ചെയ്യുന്നത്? IPC 1860, പിന്നെന്താ കോഡ് ഓഫ് CRPC 1973. ഇത്രയും ഈ രണ്ട് ലോയിലൂടെയാണ് എന്ത് പോകുന്നത്, ഈ പറയുന്ന ക്രിമിനൽ ലോസ്. ഈ പറയുന്ന CRPC എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ്സ്. പിന്നെ മറ്റേതിൻ്റെ IPCയിൽ എന്താ പറയുന്നത്? നേച്ചർ, പണിഷ്മെൻറ്റ്, ക്രൈം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സിവിൽ ലോ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടാണ്. രണ്ട് പേര് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ സിവിൽ ലോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പണിഷ്മെൻ്റ് ഇല്ല, പകരം എന്താണുള്ളത്? കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമഡി, ഡാമേജസ്, അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. എക്സാമ്പിൾ പറയുന്നത് ടോർട്ട്, അതിൽ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ് വരുന്നത്. അതായത് പണിഷ്മെൻ്റ് ഒന്നുമില്ല, പകരം എന്താ, നിങ്ങൾ ഡാമേജ് മാറ്റിക്കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക. കോമൺ ലോ എന്ന് പറഞ്ഞാൽ പ്രൊസീഡിയൻസ്, അതായത് ജുഡീഷ്യൽ പ്രൊസീഡിയൻസിനെയാണ് നമ്മൾ കോമൺ ലോ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ഓൾറെഡി ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് ഓർഡർ പാസ്സായ കേസസിൻ്റെ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് പ്രൊസീഡൻ്റ് എന്ന് പറയുന്നത്. കോമൺ ലോയിൽ അതാണ് വരുന്നത്. അതിനകത്ത് 3 വേർഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് 2 വേർഡ്സേ ഉള്ളൂ. സ്റ്റെയർഡെസിസ്, ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർഡെസിസ് എന്ന് വെച്ചാൽ കോമൺ ലോയിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റെയർഡെസിസ് എന്നാണ് പറയേണ്ടത്. അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. എന്താണ് പറയുന്നത്? കോഡ്സ് ടു ഫോളോ ദ സെയിം പ്രിൻസിപ്പിൾ. ആ എടുത്തിരിക്കുന്ന കേസിലെ തന്നെ റെഫറൻസ് എടുക്കുക, അല്ലെങ്കിൽ അതിലെന്താണോ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഇതിലും ഫോളോ ചെയ്യുക. ലോവർ കോർട്ട്സ് സുപ്രീം കോർട്ടിൻ്റെ പ്രൊസീഡിയൻസ് ലോവർ കോർട്ട്സിന് ബൈൻഡിങ് ആണ്. അതായത് സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെൻറ്റ് ഇവർ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അതല്ലാതെ വേറൊരു ഇത് വരുന്നത് എന്താണ്? ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർഡെസിസ് പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഫാക്ട്സ് ആർ സിമിലർ ഓർ ഓൺ ഓൾ 4 legs വിത്ത് ദ earlier. അതായത് ഫാക്റ്റ് എല്ലാം സെയിം ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം, റെഫറൻസ് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് നാച്ചുറൽ ഡീസ് വിത്ത് നെമോ ജൂഡെക്സ് കോസ് ഇൻ കോസാ സ്വാ എന്ന് വെച്ചാൽ എന്താണ്? നോ വൺ ഷുഡ് ബി മെയ്ഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് ആൻഡ് ഇറ്റ്സ് എ റൂൾ അഗെയിൻസ്റ്റ് പ്രിജുഡിസ് ഓഡി ഓൾട്രം പാർട്ട്. ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് നിങ്ങൾ ലോ അല്ലല്ലോ കൂടുതലും ചോദിക്കുക. മേ ബി 2 മാർക്കിനൊക്കെ ചിലപ്പം ഈ പറയുന്ന ലാറ്റിൻ നെയിം തന്നിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ അർത്ഥം എഴുതാൻ പറയും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് എൻഫോഴ്സിങ് ദ ലോ ആണ്. എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? പല എന്താ പറയുക, അതോറിറ്റി, അതായത് റെഗുലേറ്റിംഗ് ബോഡീനെ വെച്ചിട്ടാണ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഏതൊക്കെയാണ്? മിനിസ്ട്രീസ് ആൻഡ് ദ ലോസ് വിച്ച് ആർ എൻഫോഴ്സ് ദം. മേജർ മിനിസ്ട്രീസിൻ്റെ കീഴിലാണ് ഈ പറയുന്ന നിയമങ്ങളെല്ലാം വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതിന് ഹിന്ദി വേർഡാണ് വിറ്റ മന്ത്രാലയ എന്ന് പറയുന്നത്. ഇസ് എ മിനിസ്ട്രി വിത്തിൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺസേൺഡ് വിത്ത് എക്കണോമി ഓഫ് ഇന്ത്യ. എക്കണോമി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. സെർവിങ് ആസ് ദ ട്രഷറി ഓഫ് ഇന്ത്യ, അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്തായിട്ട് അറിയപ്പെടുന്നു? ട്രഷറി ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടുന്നു. In particular, it concerns itself with taxation, financial legislation, financial institutions, capital markets, സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്. ഇത്രയും കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. എന്തൊക്കെയാണ്? ടാക്സേഷൻ, പറയുന്ന ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്.
ആൻഡ് യൂണിയൻ ബഡ്ജറ്റ്. യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, ആരാണ് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അപ്പം അത് എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ് വരുന്നത്. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, മെനി ഓഫ് യുവർ ഡേ ടു ഡേ വർക്ക് ലൈഫ് വിൽ ബി ഇമ്പാക്റ്റഡ് ബൈ ദിസ് മിനിസ്ട്രി ആൻഡ് ഇറ്റ്സ് പ്രൊക്ലമേഷൻസ്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ അവരുടെ ഓർഡേഴ്സ്, നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സ്, അതൊക്കെ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവരാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. കണ്ടോ, ടാക്സേഷൻ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ വരുന്നു. ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റ്, അങ്ങനെയുള്ള. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, നമ്മുടെ ഈ ടാക്സ് പോളിസീസൊക്കെ നോക്കുന്നവരാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഓരോ റേറ്റും കാര്യങ്ങളും ഒക്കെ. The ministry is so important that many ministers have preferred to hold the portfolio of finance minister also. അതായത് വളരെ പ്രിഫറൻസ് ഉള്ള ഒരു ഏരിയയാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. എല്ലാ മിനിസ്റ്റേഴ്സും ചൂസ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ ഫിനാൻസ് മിനിസ്ട്രി ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് യൂണിയൻ ബഡ്ജറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ ബഡ്ജറ്റിൻ്റെ പ്രസൻറ്റേഷൻ ആണ്. This annual event is eagerly awaited by professionals and common man as it provides for the rate of taxes and budgets allocations of the ensuing year. അതായത് വരാനിരിക്കുന്ന വർഷത്തിൻ്റെ എന്താണ് ടാക്സ് റേറ്റും കാര്യങ്ങളും പറയുന്നത് എവിടെയാണ്? യൂണിയൻ ബഡ്ജറ്റിലാണ്. അപ്പം അത് ഈ പറഞ്ഞ CA-ക്കാർ, പിന്നെ അല്ലാതെ കോമൺ മാൻ ആണെങ്കിലും അവരെല്ലാവരും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും? യൂണിയൻ ബഡ്ജറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. Who presented the maximum number of union budget as finance? ആരുടെ സമയത്ത്, ആര് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ശ്രീ മൊറാർജി ദേശായി ഡ്യൂറിങ് ഹിസ് stint as finance minister between 1962 and 1969 has presented 10 union budget. അതായത് ശ്രീ മൊറാർജി ദേശായി എന്ന് പറയുന്ന ആൾ 10 യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷത്തിനിടയ്ക്കാണ്? 1960. ഇതൊരു ടേബിളായിട്ട് എഴുതുക, പേര്, വർഷം, നമ്പർ, അങ്ങനെ. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ മൊറാർജി ദേശായി ബിറ്റ്വീൻ 1962 1969 എത്ര എണ്ണം ചെയ്തു? 10 എണ്ണം. നെക്സ്റ്റ് മേക്കിംഗ് ഇറ്റ് ദ ഹയസ്റ്റ്, അതാണ് ഏറ്റവും കൂടുതൽ ഉള്ള നമ്പർ. നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് ശ്രീ പി ചിദംബരം. അപ്പോൾ സെക്കൻഡ് പി ചിദംബരം, എത്ര എണ്ണം ഉണ്ട്? 9. ഫോളോഡ് ബൈ ശ്രീ പ്രണബ് മുഖർജി, അയാൾ എത്ര എണ്ണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്? 8 എണ്ണം. ശ്രീ യശ്വന്ത് സിൻഹ ആൻഡ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഹാവ് പ്രസൻറ്റഡ് 8 and 6. അതായത് യശ്വന്ത് സിൻഹ എന്ന് പറയുന്ന ആൾ 8ഉം മൻമോഹൻ സിംഗ് 6ഉം ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്ട്രി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇറ്റ് ഈസ് ദ അപ്പെക്സ് കൺട്രോളിംഗ് അതോറിറ്റി. അതായത് ഏറ്റവും മുകളിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഏറ്റവും അപ്പെക്സ് എന്ന് പറഞ്ഞാൽ സുപ്രീം, അല്ലെങ്കിൽ ഏറ്റവും പൊക്കത്തുള്ള, നമ്മുടെ കോടതികളിൽ ഏറ്റവും അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതുപോലെ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓഫ് 4 സെൻട്രൽ സിവിൽ, എന്തിൻ്റെ അപ്പെക്സ് ബോഡിയാണ്? IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്. രണ്ടാമത്തെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്. മൂന്നാമത്തത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആൻഡ് ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്. ഈ പറയുന്ന 4 സെൻട്രൽ സർവീസസ്, സിവിൽ സർവീസസിൻ്റെയും അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ചിലപ്പോൾ ചോദിക്കാം, ഈ ടേബിൾ ചോദിക്കാം, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എങ്ങനെ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ്, അല്ലെങ്കിൽ അപ്പെക്സ് കൺട്രോളിംഗ് അതോറിറ്റി ഓഫ് 4 സെൻട്രൽ സിവിൽ സർവീസസ്, IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആൻഡ് ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്. ഈ 4ഉം ഓർത്ത് വയ്ക്കുക. ഓൾസോ ദ അപ്പെക്സ് കൺട്രോളിംഗ് അതോറിറ്റി ഓഫ് വൺ ഓഫ് ദ സെൻട്രൽ കൊമേഴ്സ് സർവീസസ്. അതായത് സെൻട്രൽ കൊമേഴ്സ് സർവീസിൻ്റെയും അപ്പെക്സ് ബോഡി, അപ്പെക്സ് കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്.
അടുത്തത് ഏതാണ് അത്? സെൻട്രൽ കൊമേഴ്സ് സർവീസിൽ വരുന്ന അതോറിറ്റി ഏതാണ്? ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് സർവീസസ്. ഈ പറയുന്ന സെൻട്രൽ കൊമേഴ്സ് സർവീസിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഏതിൻ്റെയാണ്? ഇന്ത്യൻ ICMA സർവീസ്. ICMA എന്ന് മാത്രം എഴുതരുത്, ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് സർവീസ്. ഇത്രയും വരും. ഇനി ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ മിനിസ്ട്രി. ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. ഈ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതിൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് എല്ലാം കൂടി നോക്കാൻ പറ്റില്ലല്ലോ. സോ പല ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ച് അതിന് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന ഏരിയ നിങ്ങൾ നോക്കി, ഇപ്പോൾ ടാക്സേഷൻ ഒരു ഇത്, ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ ഒരു ഇത്, അങ്ങനെ പല പല. സോ ഫസ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, രണ്ടാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. അതായത് ഈ പറയുന്ന പോലെ എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ്. എക്സ്പെൻഡിച്ചർ, ഒരു വർഷം രാജ്യത്തെ എത്ര എക്സ്പെൻഡിച്ചർ വരുന്നു എന്നുള്ളത് നോക്കാനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഇൻകം എത്ര കിട്ടുന്നു അല്ലെങ്കിൽ റവന്യൂ എത്ര കിട്ടുന്നു എന്ന് നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻഷ്യൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതായത് ലോൺ കൊടുക്കുന്നതും അതിന് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസ്, അതായത് ഈ SME പോലെയുള്ള ചെറിയ ചെറിയ ഇതിന് ലോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ, പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എൻ്റർപ്രൈസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഗവൺമെൻറ് കമ്പനീസിൻ്റെ. ഓക്കെ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞത് കമ്പനീസ് ആക്ട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന MCAയുടെ കീഴിലാണ് എന്ത് വരുന്നത്? കമ്പനീസിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് is an Indian government ministry. അതൊരു ഇന്ത്യൻ ഗവൺമെന്റ് മിനിസ്ട്രിയാണ്. Primarily concerned with the administration of the Companies Act 2013, Companies Act 1956, Limited Liability Partnership Act 2008 and the IBBI അല്ലെങ്കിൽ IBC. IBB എന്ന് പറഞ്ഞാൽ ബോർഡാണ് കേട്ടോ, ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. എന്താണ്? ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് IBBI. സെൻട്രൽ അതിൻ്റെ കോഡ് വരുന്നത് എന്തുവാണ്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഇത്രയും ലോസിൻ്റെ റെഗുലേറ്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇവിടെ കമ്പനീസ് ആക്ട് 2 കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റുകൾ അമെൻഡ് ചെയ്യണം, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പം ഈ 2013 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം 2013 ആണ്. പക്ഷെ അതിനു മുമ്പും ഒരുപാട് ആക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വന്ന ആക്റ്റാണ് എന്ത്? കമ്പനീസ് ആക്ട് 1956. അപ്പോൾ ചില സെക്ഷൻസിൽ ഇപ്പം ഈ ഒരു ആക്റ്റിലില്ല, ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ആക്റ്റിലില്ല. അപ്പോൾ ആ സെക്ഷൻസും നമുക്ക് റെലവൻ്റ് ആയിരിക്കും. ചില പഴയ കാലത്തെ കമ്പനീസൊക്കെ ചിലപ്പോൾ അത് യൂസ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അതിനെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ആക്ട് വരുമ്പോൾ മറ്റേ ആക്ട് റിപ്പീലായി പോകും. ഇപ്പോഴും അത് റിപ്പീലായി, കാരണം പുതിയ കമ്പനീസൊക്കെ എപ്പോഴും 2013 രജിസ്റ്റർ ചെയ്യേണ്ടത്. റെസ്പോൺസിബിൾ മെയിൻലി ഫോർ ദ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ എൻ്റർപ്രൈസസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. ഞാൻ പറഞ്ഞല്ലോ, കമ്പനീസ്, LLPs എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗൃഹമന്ത്രാലയം എന്നാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഹോം അഫയർ. ഗൃഹം എന്ന് പറഞ്ഞാൽ ഹിന്ദി മീനിങ് എന്താണ്? ഹിന്ദിയിൽ ഗൃഹം എന്ന് പറഞ്ഞ വേർഡിന് എന്താ പറയുക? ഹോം എന്നാണ് അർത്ഥം. ഗൃഹം, മലയാളത്തിൽ ഗൃഹം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ്? ഇവിടെ അങ്ങനെ മറ്റേ
ഹിന്ദി പാടൊന്നും കൊടുത്തിട്ടില്ല. സോ അതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഗൃഹമന്ത്രാലയം എന്ന് പറഞ്ഞാൽ, ഗൃഹം എന്ന് പറഞ്ഞാൽ ഹോം, മന്ത്രാലയം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി. Ministry of Home Affairs is a ministry of Government of India. As an interior ministry of India, it is mainly responsible for the maintenance of internal security. അതായത് ഡിഫെൻസിൻ്റെ ഒക്കെ മിനിസ്ട്രിയാണ്. ആഭ്യന്തരം, ഹോം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയാം. ആഭ്യന്തരം അതായത് പോലീസുകാർ അങ്ങനെയുള്ളവരെയൊക്കെ അവരുടെയൊക്കെ റെഗുലേഷൻസ് കാര്യങ്ങൾ, അതായത് ഇന്റേണൽ സെക്യൂരിറ്റി, രാജ്യത്തിൻ്റെ അകത്തെ കാര്യങ്ങൾ സെക്യൂരിറ്റി നോക്കുന്നതാണ് എന്ത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ഡൊമസ്റ്റിക് പോളിസി. ദ ഹോം മിനിസ്ട്രി ഈസ് ഹെഡഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ്. യൂണിയൻ മിനിസ്റ്റർ, അത് കേന്ദ്രമന്ത്രി, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ് ആണ് ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ് ഹെഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പൊക്കത്തിരിക്കുന്ന ആളാരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫെയർസ് ആണ്. ഈ പറയുന്ന ഹോം അഫെയർസിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോർഡർ, അതായത് ഈ പാകിസ്ഥാൻ ബോർഡർ, അങ്ങനെ പല ഇന്ത്യയുടെ പല ബോർഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി, അവിടുന്ന് ആരും ഇങ്ങോട്ട് വരാതിരിക്കാനും അങ്ങനെയുള്ള ഇൻറ്റേർണൽ, അത് നമ്മുടെ ഇന്ത്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോം അഫെയർസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തന്നെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോർഡർ മാനേജ്മെൻറ്റ്, അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ ബോർഡേഴ്സ് മാനേജ് ചെയ്യുന്നതിനാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അതല്ലാതെ ഇന്ത്യയുടെ അകത്ത് കാര്യങ്ങൾ, എന്താ പറയുക, ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു വരുമ്പോൾ അങ്ങനത്തെ കാര്യം, അതായത് ഇന്ത്യയുടെ അകത്ത് നടക്കുന്നത് നോക്കാനായിട്ട്. പിന്നെന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് അഫയേഴ്സ്. അതിനുവേണ്ടി സെപ്പറേറ്റ്, അതായത് JNKക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. കാരണം നമ്മുടെ എന്താണ് നമുക്കറിയാം, പാകിസ്ഥാന് നമ്മളായിട്ടൊരു അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. അത് നമ്മുടെയാണ്, JNK നമ്മുടെയാണ്, അത് അവരുടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയാണ്. അപ്പോൾ ഏത് നിമിഷവും അവിടെ എന്ത് സംഭവിക്കാം. സോ അവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന്. ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇതൊന്നും ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോ, സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ്. എന്താ പറയുക, ഒഫീഷ്യൽ, നമ്മുടെ ഹിന്ദിയാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം പലയിടത്തുനിന്നും പല സ്റ്റേറ്റിലും ഒക്കെ എന്തുണ്ടാവും, പല ലാംഗ്വേജസ്. അപ്പം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് കേന്ദ്രത്തിൻ്റെ പല നോട്ടിഫിക്കേഷൻ സർക്കുലേഴ്സൊക്കെ പല സ്റ്റേറ്റിനും പ്രൊവൈഡ് ചെയ്യണം. അപ്പം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഭാഷയിൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും, ഹിന്ദി അറിയാത്തവർക്ക് എന്ന് വെച്ചാൽ ഹിന്ദിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഹിന്ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഡിഫൻസിലെന്നൊക്കെ പറഞ്ഞാൽ പല നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അവരെല്ലാവരും ഹിന്ദി കൂടി എന്താ ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ ആയിരിക്കാം. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേരൊന്നും അങ്ങനെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര് ചോദിക്കാം, അല്ലാതെ അതെന്താണ് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിൽ ഒരു 5-6 പോയിന്റ് എഴുതാൻ പഠിക്കണം. ഹോം അഫെയർസിൽ കൊടുത്തിരിക്കുന്ന 3 പോയിന്റും പ്ലസ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേരും ഒക്കെ പഠിച്ചാൽ മതി. എന്തായാലും ഏതെങ്കിലും ഒരു മിനിസ്ട്രീനെ കുറിച്ച് ഒരു നോട്ട് എഴുതാൻ ചോദിച്ചാൽ, ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് നോട്ട് എഴുതാൻ ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 5-6 പോയിന്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ്, അതിൽ കൂടുതൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. പക്ഷെ നിങ്ങളുടെ കണ്ടന്റ് വളരെ കുറവാണ്. സോ എന്താണ് മാക്സിമം ഇതിൽ കൊടുത്തിട്ടുള്ളതെങ്കിലും എഴുതുക. ഓക്കെ, 3-4 മാർക്കിനൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. അടുത്തത് വരുന്നത് സെബിനെ പറ്റിയാണ്. സെബി, ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. ഇസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കമോഡിറ്റീസ് മാർക്കറ്റ് ഇന്ത്യ. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമ്പനീസിൻ്റെ ഷെയർസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, ഷെയർ മാർക്കറ്റിൽ.
ആ ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഈ വലിയ വലിയ കമ്പനീസ് ചിലപ്പോൾ ബൾക്കായിട്ട് മേടിക്കും. അപ്പോൾ എന്താണ്, ഷെയറിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടും. ഇത് കണ്ടുകൊണ്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയർ പോയി വാങ്ങിക്കും. ഇവർ അപ്പോൾ എന്താവും, ഡിമാൻഡ് കൂടുമ്പം ഓൾറെഡി കയറി നിന്ന സ്റ്റോക്ക് ഒന്നുകൂടി കയറും. അപ്പോഴേക്കും അവർ ഈ ബൾക്കായിട്ട് വാങ്ങിച്ച കമ്പനിയിലെ ഇയാൾ അതെല്ലാം വിൽക്കും. അപ്പോൾ എന്താണ്, ഈ വാങ്ങിച്ച സാധനത്തിൻ്റെ വില പിന്നെയും താഴെ പോകും. അപ്പോൾ ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ എന്താണ്, വെള്ളത്തിപ്പോൾ. അപ്പം അങ്ങനെയൊന്നും വരാതെ സ്മോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ സേവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അതോറിറ്റി, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് എന്ത്, സെബി എന്ന് പറയുന്നത്. അതല്ലാതെ അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതായത് ഈ സെബി വരുന്നത് ആരുടെ കീഴിലാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് എന്ത്, ഈ പറയുന്ന സെബി, അല്ലെങ്കിൽ സെബി റെഗുലേറ്റ് ചെയ്യുന്ന ഷെയർ മാർക്കറ്റ്. സോ ഷെയർ മാർക്കറ്റിൽ അവിടെ പല രീതിയിലുള്ള ഡിബെഞ്ചേഴ്സ് വരും, പ്രിഫറൻസ് ഷെയർസ് വരും, പല സെക്യൂരിറ്റീസ് മാർക്കറ്റാണ് കണ്ടോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിനകത്ത് ഷെയർസ് വരാം, ഇക്വിറ്റി ഷെയർസ് വരാം, പ്രിഫറൻസ് ഷെയർസ് വരാം, ഡിബെഞ്ചേഴ്സ് വരാം, പല സെക്യൂരിറ്റീസ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് സെക്യൂരിറ്റീസ്. അടുത്തത്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1988. 12th ഏപ്രിലാണ് ഇത് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്ത്. ആ വർഷമൊക്കെ പഠിച്ചു വെക്കുക. സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഓൺ 30 January 1992 ത്രൂ ദ സെബി ആക്ട്. ഇതിന് പവർ കിട്ടിയത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് എന്നാണ് 1988 അത് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ പോലും സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടുന്ന എപ്പോഴാണ്, 30th January 1992 ത്രൂ ദ സെബി ആക്ട് 1992. ഇവർക്ക് വേണ്ടി തന്നെ പുതിയൊരു ആക്ട് തന്നെ ഫോം ചെയ്തു. അത് ഏതാണ്, സെബി ആക്ട് 1992. January 30 ആണ് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടിയത്. രണ്ടും കൂടെ തമ്മിൽ മാറിപ്പോരുത്. 12th April 1988 എസ്റ്റാബ്ലിഷ് ചെയ്തു, പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടുന്നത് എന്താണ്, 30th January 1992. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ബാങ്കിങ് റെഗുലേഷൻ അല്ലെങ്കിൽ ബാങ്ക്സിനെ ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, എന്താ പറയുക, അവരുടെ റെഗുലേഷൻ നോക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യാസ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും മുകൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല അപ്പെക്സ് ബോഡി എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ സെൻട്രൽ ബാങ്ക്. ഇവരെല്ലാവരും ഈ ബാക്കിയുള്ള ബാങ്കിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ റിസർവ് ബാങ്കിൽ ഇവർ ഈ ബാങ്കിനൊക്കെ കടം വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഈ ബാങ്കൊക്കെ കടം വാങ്ങിക്കുന്ന ആരുടെ നിന്നായിരിക്കും, RBIയുടെ കയ്യിൽ നിന്നായിരിക്കും. അതായത് കൺട്രോൾ ചെയ്യുന്ന ബോഡി, ഈ പറയുന്ന ഷെഡ്യൂൾഡ് ബാങ്കിനെ, മിക്ക ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇതും ആരുടെ കീഴിൽ വരുന്നതാണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്നതാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ the control, issue and maintaining supply of the Indian. നമ്മുടെ അതായത് പൈസ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലേ. നാട്ടുകാരുടെ കയ്യിൽ മൊത്തം എല്ലാം ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ സാധനത്തിനൊക്കെ എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിച്ച് ആരെങ്കിലും സാധനം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കൃഷി ചെയ്യുമോ? പൈസ എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവും, പിന്നെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അതിൽ കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലേ. അതും ഒരു ഇൻഫ്ലേഷന് കാരണമാകും, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും, ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അതിന്. അപ്പം ആ ഒരു എന്താ പറയുക, ഒപ്റ്റിമത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റ് ഇതിൽ പോകാനായിട്ട് നോക്കേണ്ടത് ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൺട്രോൾ ഇഷ്യൂ, അതായത് ഇഷ്യൂ ചെയ്യുന്നത്, നോട്ട് ഇറക്കുന്നതും ആരാണ്, RBI ആണ്.
സപ്ലൈ ചെയ്യുന്നതും RBI ആണ്. ഇറ്റ് ഓൾസോ മാനേജസ് ദ കൺട്രീസ് മെയിൻ പേയ്മെൻറ്റ് സിസ്റ്റംസ് ആൻഡ് വർക്ക് ടു പ്രൊമോട്ട് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ അതായത് നോട്ട് ഒറ്റ ഇതാണ്, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഓഫ് RBI ത്രൂ വിച്ച് ഇറ്റ് പ്രിൻറ്റ്സ് ആൻഡ് മിൻസ് ഇന്ത്യൻ കറൻസി നോട്ട്. അതായത് ഈ പറയുന്ന ഡിവിഷനിലാണ് എന്ത് ചെയ്യുന്നത്, നോട്ട്സും കാര്യങ്ങളും, അതായത് നമ്മുടെ കറൻസീസൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. ഇൻ 2 of its currency printing press located in Nasik, Western India and Devas, Central India. ദേവാസിലും ഈ പറയുന്ന നാഷിക്കിലുമാണ് ഇവിടെ ഈ പറയുന്ന RBIയുടെ നോട്ട് അടിക്കുന്ന സ്ഥലം. 2 സ്ഥലമാണ്, നാസിക്, ദേവാസ് എന്ന് പറഞ്ഞാൽ. RBI established the National Payments Corporation of India as one of its specialized division to regulate the payment and settlement system in India. RBI established National Payment Corporation of India as one of its specialized division. എന്തിനു വേണ്ടിയിട്ടാണ്? പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. NPCI എന്ന് പറയുന്ന എന്ത് കൊണ്ടുവന്നു? സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ ഡിവിഷനാണ് നമ്മൾ പറയുന്നത്. ആദ്യം പഠിച്ചത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഇഷ്യൂ ചെയ്യുന്ന പ്രിന്റ് ചെയ്യുന്ന കറൻസി പ്രിന്റ് ചെയ്യാനായിട്ട് 2 സ്ഥലത്താണ്, ഈ പറയുന്ന നാസിക്കിലും ദേവാസിലും. 2ാമത്തേതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഡിവിഷൻ. അതിൻ്റെ പേരെന്താണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 3ാമത്തേത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI ആസ് വൺ ഓഫ് ഇറ്റ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ. ഇനി 3ാമത്തെ ഡിവിഷനാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അതാണ് അതിൻ്റെ പേര്. വാസ് എസ്റ്റാബ്ലിഷ്ഡ് RBI ആസ് വൺ ഓഫ് ഇറ്റ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഷുറൻസ് ഓഫ് ദ ഡെപ്പോസിറ്റ്. അതായത് ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ ഇട്ടിട്ടുള്ളവർക്ക് അതിനൊരു ഇൻഷുറൻസ് കൊടുക്കുന്നതിന് RBI ഉണ്ടാക്കിയ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ് എന്ത്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി. 3 ഡിവിഷൻസ് ഉണ്ട് RBIക്ക്. ഫസ്റ്റ് വൺ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ. പ്രിൻറ്റിംഗ് ഓഫ് കറൻസി ആണ്, നാസിക് ദേവാസിലുമാണ് അത് സ്ഥിതി ചെയ്യുന്ന. 2 സെൻറ്ററാണ് അതിനുള്ളത്. 2ാമത്തത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ്. അതിൻ്റെ പേര് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 3ാമത്തത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട പൈസയ്ക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ 3 ആണുള്ളത്. ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻസോൾവൻസി ബാങ്കറപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഇൻസോൾവൻസി ബാങ്കറപ്സി എന്ന് പറഞ്ഞാൽ ഇൻസോൾവെൻ്റ് ആയി പോയിട്ടുള്ള, അതായത് കമ്പനിക്ക് അവരുടെ അസറ്റ്സിനേക്കാൾ കൂടുതൽ എന്താകും? ലയബിലിറ്റീസ് വരും. അതായത് അവരുടെ കടങ്ങളൊന്നും അവർക്ക് വീട്ടാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർ ആരാവും? ഇൻസോൾവെൻ്റ് ആവും. സോൾവെൻ്റ് അല്ല. സോൾവെൻ്റ് എന്ന് പറയുന്നത് ഇൻസോൾവെൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം? സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ്, ഒന്നെങ്കിൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റി, അല്ലെങ്കിൽ മോർ ദാൻ ലയബിലിറ്റി എന്തുണ്ടാവും? അസറ്റ് ഉണ്ടാവും. പക്ഷേ ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഈസ് മോർ ദാൻ അസറ്റ് എന്ന് പറയാം. സോ അങ്ങനെയുള്ള കേസിൽ ഈ പറയുന്ന കമ്പനിയുടെ ഒന്നെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റിവൈവ് ചെയ്യുക, ലിക്വിഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ഇസ് ദ റെഗുലേറ്റർ ഫോർ ഓവർസീയിങ് ഇൻസോൾവൻസി പ്രൊസീഡിങ്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി വരുമ്പോഴാണ് ഒരാളല്ല കമ്പനീനെയാണ് നമ്മൾ ഇൻസോൾവൻസി ചെയ്യുന്നത്. ബാങ്ക്രപ്സി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, ആളുകൾക്ക് നമ്മൾ എന്താ ചെയ്യുക? ബാങ്ക്രപ്റ്റ് ആകുക എന്ന് പറയും. മറ്റേത് ഇൻസോൾവൻസി ആകുക, അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയും. ആൻഡ് എൻറ്റിറ്റീസ് ലൈക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽ ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഇൻ ഇന്ത്യ. അതായത് ഈ പറയുന്ന എല്ലാ അതോറിറ്റീനും ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, അതായത് ഈ പറയുന്ന IBCയിൽ ഒരു നോക്കി ചെയ്യേണ്ട ഒരാളുണ്ട്, ഒരു പ്രൊഫഷൻ. ഇപ്പം CAക്കാർ ടാക്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ കമ്പനിയുടെ ഇൻസോൾവൻസി നോക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് വിളിക്കുന്നത്.
അവരുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ. പിന്നെ ഇതുപോലെ പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഏജൻസി പോലെ ഫോം ചെയ്യും, അവരെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്, അതായത് ഈ കമ്പനി എത്ര പേർക്ക് കടം കൊടുത്തു, എത്ര പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്, അതിനുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കറക്റ്റ് കിട്ടണമല്ലോ. നമ്മൾ ഇൻസോൾവെൻ്റ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ നമ്മൾ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് വീഴും, ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയിൽ വന്ന് വീഴും. അതിനൊക്കെ വല്ല പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഈ പറയുന്ന എല്ലാ ബോഡീസിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? IBBI ആണ്, അല്ലെങ്കിൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയാണ്. It was established on 1st October 2016 and given statutory powers through the Insolvency and Bankruptcy Code IBC 2016 എന്ന് പറയുന്ന ആക്ട് വഴിയാണ് ഈ IBBIക്ക് എന്ത് കിട്ടിയത്? പവർ കിട്ടിയത്, സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത്. പാസ് ചെയ്ത് എവിടെയാണ്? ലോക്സഭ. എന്നാണ്? 5th May 2016. 5th May 2016 ഈ പറയുന്ന ലോക്സഭയിൽ പാസ്സായത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1st October 2016 ആണ്. ഇറ്റ് കവേഴ്സ് ഇൻഡിവിജ്വൽസ് ആരെയാണ്? ബാങ്ക്രപ്റ്റ് ആകുമ്പോഴാണ് ഇൻഡിവിജ്വൽസ്. ഇൻസോൾവൻസി ആരുടെ കേസിലാണ്? കമ്പനീസ്, LLPs, അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് ഫേംസ്. ദ ന്യൂ കോഡ് വിൽ സ്പീഡ് അപ്പ് ദ റെസൊല്യൂഷൻ പ്രോസസ്. അതായത് ഈ ഒരു IBC കാരണം നമുക്ക് പണ്ടൊക്കെ വർഷങ്ങളോളം എടുത്തിട്ടാണ് ഒരു ഇൻസോൾവൻസി പ്രൊസീഡിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കോഡ് വന്നതോടുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണം എന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 270 days ആണ് അതിൻ്റെ മാക്സിമം. 180 ആണ്, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് 270 വരെ കൊണ്ടുപോകാം. അപ്പം എന്താ പറയുക, ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം. പക്ഷെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊല്ലങ്ങൾ എടുക്കും. അപ്പം ഈ കമ്പനിക്ക് പൈസ കൊടുത്തവരെന്തായി? അവരുടെ പൈസ എല്ലാം ഇതായില്ലേ? അതുകൊണ്ട് ആ ഒരു ഇത് കണ്ടിട്ടാണ് കോടതി അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു കോഡ് കൊണ്ടുവന്നത്. അപ്പം സ്പീഡപ്പ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ്. ഈ പറയുന്ന കോഡ് വന്നതിന് ശേഷം പ്രൊസീഡിങ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാൻഡിൽസ് ദ കേസസ് യൂസിങ് 2 tribunals ലൈക്ക് NCLT. എവിടെയാണ് ഇതിൻ്റെ കേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത് എവിടെയാണ്? NCLTയിലാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അപ്പീല് പോകണം എന്നുണ്ടെങ്കിൽ NCLAT എന്ന് പറയുന്നൊരു ഹയർ കോർട്ടുണ്ട്. NCLTയുടെ തന്നെ ഹയർ കോർട്ടുണ്ട് NCLAT. അതാർക്കാണ്? കമ്പനീസ്, ഈ പറയുന്ന LLPs, പാർട്ട്ണർഷിപ്പ്, ഈ 3 പേർക്കാണ് എവിടെ NCLT പോകേണ്ടത്. പക്ഷേ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസാണെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ അവിടെയാണ് പോകേണ്ടത്. ഇൻഡിവിജ്വലിനും കമ്പനിക്കും സെപ്പറേറ്റ് ആണ്. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. മറ്റേത് കമ്പനീസ്, LLPs, പാർട്ട്ണർഷിപ്പ്, ഇത്രയും പേർക്ക്. സോ നമുക്കൊരു 4 ബോഡീസ് ആണുള്ളത്. സോറി, നമ്മൾ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പറഞ്ഞില്ല എന്ന് തോന്നുന്നല്ലേ? ഓക്കെ. Ministry of Law and Justice. Ministry of Law and Justice in the Government of India is a cabinet ministry. എന്താണ്? ഇതൊരു ക്യാബിനറ്റ് മിനിസ്ട്രി ആണ്. ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ്. നിയമപരമായ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാണ്? മാനേജ് ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ്. ത്രൂ ദ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ തന്നെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ കണ്ടോ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി എന്താണ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പം നോട്ട് എഴുതുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ ഒരു ആരോ ഇട്ടിട്ട് എന്ത് എഴുതണം? മാനേജ്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ് എന്ന് എഴുതുക. ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ് ത്രൂ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ്. ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ് വഴിയാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ
ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്. അപ്പം 3 എന്താണ് ആരോ ഇടുക. ഓക്കെ, ആരോ ഇടുക. ഇവിടെ എന്തെഴുതണം? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്. ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്. ആദ്യത്തെ മാനേജ്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ആണെങ്കിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഈ പറയുന്ന പോലെ കണ്ടോ കുറേ ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു മിനിസ്ട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന IBBIS, SEBI, RBI അങ്ങനെ ഏതെങ്കിലും ഒരു ബോർഡിനെ കുറിച്ചോ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം മാക്സിമം ഒരു 5 മാർക്സിന് ചോദിക്കാം. സോ നിങ്ങൾ മാക്സിമം പോയിൻറ്റ്സ് ആയിട്ട്, ഇവിടെയും പോയിൻറ്റ്സ് ആയിട്ട് തന്നെ കൊടുത്തേക്കണം കണ്ടോ. അപ്പം അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ചാർട്ട് ഫോമാറ്റിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതും ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത്, എനിക്കറിയാം. കാരണം നമുക്കിനി കോൺട്രാക്റ്റ്, കമ്പനീസ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കിടക്കുന്നുണ്ട്. അതിൽ കേസ് സ്റ്റഡി നോക്കാനുണ്ട്. സോ ഇത് ഞാൻ പറയുന്ന തിയറി ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കണം വേണ്ടെന്നല്ല, കോൺസെപ്റ്റ് അറിഞ്ഞാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും തിയറിയാണ്. ഇതിന് വേറെ കേസ് സ്റ്റഡി കാര്യങ്ങളോ ഒന്നും ചോദിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. നോട്ട് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം മേ ബി വരുന്നത്. അതിനി പറയാൻ പറ്റില്ല. ICAI ആയതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ ഒരാൾ ഉണ്ട്, ക്രിമിനൽ മീൻസ് ക്രൈം ചെയ്തു, അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ ഏത് ലോസാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്രൈം ചെയ്താൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ക്രിമിനൽ ലോ ആണ്. അതിൽ തന്നെ ഏതായിരിക്കും? IPCയും CRPCയും. അപ്പം വായിച്ചു നോക്കുക, വായിച്ച് കോൺസെപ്റ്റ്, അതായത് ഈ വായിച്ചിട്ട് പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനെ പാസ്റ്റ് ഇയർ കാണാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 5 മാർക്കിന് എന്തോ ചോദിച്ചു. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സോ എനിവേ നോക്കാം. നമുക്ക് ഈ ചാപ്റ്റർ തീർത്തിട്ട് ഞാനൊരു എക്സാം പോലെ നടത്തണമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.